ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അതാ നമുക്കിന്ന് ചക്കുകുരു കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ചക്കുകുരു നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഒട്ടുമുക്കാലും ഗുണങ്ങൾ പോകും. അതുകൊണ്ട് നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. സാധാരണ നമുക്ക് കറി വെച്ചാലൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കുകുരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വല്പം ഉള്ളൂ. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ പിന്നെ അതിനെ നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി എന്നാൽ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി റെഡിയാക്കണം. നമ്മുടെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കടലയാണ് എടുത്തിരിക്കുന്നത്. കടലയോ കപ്പലണ്ടിന്നോ ഒക്കെ പല നാട്ടിലും പല പേരുകളാണ് അറിയപ്പെടുന്നത് അല്ലേ. എന്നാൽ പിന്നെ അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും അത് ചെറിയൊരു തണുപ്പുണ്ടാവും വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചക്കടലയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് മണലിലൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ റെഡിയാക്കി എടുക്കാം. അല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ആ തൊലിയൊക്കെ ഒരു ഏകദേശം ഒരു കളർ മാറി വരുമ്പം നമുക്കത് മനസ്സിലാവും. അതിൻ്റെ മൂപ്പൊക്കെ കേട്ടോ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാൽ പിന്നെ അതിൻ്റെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്വല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാന്താരിയോ പച്ചമുളക് ഇത്തിരി കൂടുതലൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ പോയിട്ട് കുറച്ച് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിയില ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം പുളി, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതൊക്കെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമുക്കിതിനെ ഒരു വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, സാധാരണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അരച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ലേ. എന്നാണെന്നറിയാമോ, എനിക്ക് അല്ലാതെ എടുക്കുന്നതിനോടാണ് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം വരുന്ന. മല്ലിയിലയുടെയും പുളിയും ഇഞ്ചിയൊക്കെ കൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക സ്വാദെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല രീതിയിൽ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ കട്ടകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ചുമന്ന മുളകും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചട്നിയുടെ എന്താ പറയുക, കടല അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തോളുക. ദാ നമ്മുടെ പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പച്ചക്കൊക്കെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദാണേ. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാനായിട്ടാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. പിന്നെ അന്നേരത്തേക്ക് നമ്മുടെ ചക്കുക്കുരുവൊക്കെ ഇവിടെ വെന്തിരിപ്പുണ്ടേ. എന്നാൽ പിന്നെ ആ ചക്കുക്കുരുവിനെ ഞാനൊന്ന് കൈകൊണ്ട് ഉടച്ചെടുത്തേക്കാന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞപ്പം എല്ലാ ചക്കുക്കുരു ഒന്നും ഉടഞ്ഞു വരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെയാണ് നോക്കിയതേ. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അതിനെല്ലാം കൂടെ കൂട്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതിനെ ഒന്ന് അരച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എപ്പോഴും നമ്മുടെ എരിവിന് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുനുകുനാന്നൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണേ. അതിനെ ഈ പറഞ്ഞ പോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയാണ്. അതിനെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കുക്കുരുവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചക്കുക്കുരുവിൻ്റെ അതെല്ലാം കൂടെ ചാറെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊന്ന് തോണ്ടിയിട്ട് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമില്ല, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ.
ഇനി അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പോയിട്ട് ഒരു കപ്പ് മൈദയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേണം എന്നുണ്ടെങ്കിൽ മൈദ മാത്രം മതിയാവും. കാരണം വെച്ചാൽ നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴല്ലോ കടിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പെയാണേ. അപ്പോൾ തവിയൊന്നും ഉപയോഗിക്കല്ലേ, അതിനേക്കാളും നല്ലത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലതായിട്ട് ഞെരടി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചുകൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയല്ല, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് സ്വല്പം എണ്ണയോ വെള്ളമോ ഒന്ന് തൊടിച്ചൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഞ്ഞുരുളകളാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പതുക്കി കൊടുക്കണം. എന്നിട്ട് ഇതാ ഒരു ഹോളിട്ട് കൊടുത്താൽ നമ്മുടെ വട ഇതുപോലെ ഒരു പരുവായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അങ്ങനെ ഉണ്ടാക്കി എണ്ണയ്ക്കകത്തോട്ട് നേരിട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതൊക്കെ കഴിക്കുന്നതും അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണല്ലോ, ഉണ്ടാക്കുന്നതും അവനവൻ്റെ ഇഷ്ടം തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ഒരു കടായി അടുപ്പത്തൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതിലേക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണേ. അപ്പം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ നമ്മളെങ്ങനെ വെച്ചാൽ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ നല്ലത്. ഈ പലഹാരങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഈ രുചിയൊന്നും ഇല്ലാത്ത സൈസ് എണ്ണയുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നമ്മുടെ വടയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് അടി തട്ടി ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നന്നായിട്ട് അടിഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാവുന്നതാണ്, മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് എടുക്കുവേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല കളറും വന്നിട്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. ഇതാ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തേതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഉടനെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യത്തേത് കോരി ഉടനെ തന്നെ രണ്ടാമത്തേത് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വടകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളിയാണ്. എന്നാൽ പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്കാക്കി സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് തോന്നിയിട്ടില്ലേ, അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും. പറഞ്ഞ പോലെ തന്നെ ഗുണങ്ങൾ ഇത്തിരി കുറഞ്ഞാലും പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളുണ്ടല്ലോ ഇതിൻ്റെ കൂടെ ചമ്മന്തി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സോസും എടുത്തിട്ടുണ്ട്. സോസിനൊരു പ്രത്യേക സ്വാദാണല്ലോ, പ്രത്യേകിച്ചും തക്കാളി അതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലോ. ഈ ഒരു പരുവത്തിലാണ്, ഇത്തിരി മൊരിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് അരിപ്പൊടി ഉപയോഗിക്കണം എന്നില്ല, മൈദ മാത്രമാണേലും മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണേലും മതി. ഇനി നിങ്ങൾക്ക് അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ പൊടി വേണമെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.